ഈ കാണുന്നത് സാംസങ്ങിൻ്റെ ഒരു പഴയ മൊബൈലാണ്. എനിക്ക് തോന്നുന്നത് J7 എന്താണെന്ന് തോന്നുന്നു, പഴയ മോഡൽ. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്, പക്ഷേ ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല തന്നെ. അപ്പോൾ ഇതുപോലത്തുള്ള മൊബൈൽ ഇപ്പം ഡിസ്പ്ലേ ഒക്കെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാശാവും. അപ്പോൾ ഈ ഒരു മൊബൈൽ നമുക്കൊരു ജസ്റ്റ് ഒരു 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഇതുപോലുള്ള മൗസ് വാങ്ങാൻ കിട്ടും, വയർലെസ് മൗസ്. ഈ ഒരു മൗസ് വെച്ചിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഇതിനകത്തൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ട്, എടുക്കുക. അതിനുശേഷം ഒരു ബാറ്ററി ഇടുക. അതിനുശേഷം ഇതുപോലുള്ള ഒരു OTG കേബിൾ എടുക്കുക. എടുത്തതിന് ശേഷം ഈ ഒരു OTG കേബിൾ V8ഉം C ടൈപ്പും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് V8ൻ്റെ ആവശ്യമുള്ളൂ. V8 ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലൂടൂത്തിൻ്റെ ആ ഡിവൈസ് എടുത്ത് കണക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ഇവിടെ ഈ ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം മൊബൈൽ മൗസുമായിട്ട് പെയറായിട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ സോഫ്റ്റ്വെയറിൻ്റെ അതും ആവശ്യമില്ല. ഇതാ ഇപ്പോൾ നമുക്കത് നോക്കിയാൽ ഈ മൗസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിത് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. യൂട്യൂബ് എടുക്കാം, ഗാലറി ഓപ്പൺ ചെയ്യാം, കോള് വിളിക്കാം. ഇതിനകത്ത് സിം ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൗസ് മാത്രം മതി. ഈ ഒരു മൗസ് വന്നിട്ട് 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സിബ്രോണിക്സിൻ്റെ ഒരു മൗസാണ്. 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മൊബൈൽ നമ്മുടെ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, ഫോൺ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ഫയൽ എടുക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം കോൾ വിളിക്കാനോ എന്തെങ്കിലും ഒരു വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എടുക്കാനോ ഒക്കെ ഈ ഒരു മൗസ് ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.